മക്കളുടെ ആവശ്യത്തിന് പുറത്തു പോകാനാണെങ്കിലും ഇനി എൻ്റെ ആവശ്യത്തിന് പുറത്തു പോകാനാണെങ്കിലും എപ്പോഴും ധ്രുവനെയും ദക്ഷനെയും എനിക്ക് കൊണ്ടുപോകേണ്ടി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ അവരുടെ സാധനങ്ങളൊക്കെ ബാഗിലാക്കി 2 പേരും കൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് വീണു, അപ്പോൾ കാലിന് ഭയങ്കരമായിട്ട് പെയിൻ. അപ്പോൾ എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഇപ്പോൾ അവർ സീറ്ററിൽ ഇരിക്കുന്നില്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കഴിഞ്ഞേ ഇരിക്കുമായിരുന്നു വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ 2 പേർക്ക് ഫ്രണ്ടിൽ ഇരിക്കാനാണ് ഇഷ്ടം. അത് സേഫ് അല്ല, പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴും ബാക്കിലിരിക്കും 2 രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ പോയത് ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മൾ എൻ്റെ വീടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് വരിക. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഡോക്ടർ സർജറിക്ക് കയറിയതായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഈ 2 പിള്ളേരെയും മാനേജ് ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മരുന്നും കിട്ടി, ബാൻഡേഡും കിട്ടിയിട്ടോ. ചെറുതായിട്ട് ചതവും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ ഡ്രസ്സ് ചെയ്ത് ബാൻഡേഡ് കെട്ടിത്തന്നു. 3 ദിവസത്തേക്ക് കാലിതേ ഇങ്ങനെ തന്നെ പൊക്കി വെക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനഃപൂർവ്വം അല്ലെങ്കിലും അന്നത്തെ ദിവസം ഞാൻ 2 തവണ വീണിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു തവണ വീണ്ടും ഞാൻ പഠിച്ചില്ല, 2ാമത്തെ തവണ നന്നായിട്ട് ഞാൻ പഠിച്ചു. പിന്നെ ഇതേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കിട്ടും. ജോലി ഉള്ളതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും സുധി വീട്ടിലുണ്ടാവാറില്ല കേട്ടോ. 2 പേരുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങളും നോക്കണം, ഇനി അതിൻ്റെ പുറമെ നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളും നോക്കണം. എല്ലാം കൊണ്ട് ഞാനൊരു വശം കെട്ട പരുവായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതേ അവൻ്റെ വീട്ടിലെത്തി. അവിടെ കുറച്ച് പൂച്ചകളും പട്ടിക്കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ഥലം. അവിടുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച് പൂച്ചയായിട്ടൊക്കെ കുറച്ചൊന്ന് ഇണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒന്നും അവരെ കൊണ്ട് തൊടിപ്പിച്ചിട്ടില്ല കേട്ടോ, ഞാൻ തന്നെയാണ് തൊട്ടത്. നമ്മൾ വാഷും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ അവരുടെ ന്യൂസിലൊക്കെ പോകാതിൻ്റെത് നമ്മൾ നോക്കണം. അപ്പോൾ അവിടുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ.